ഈ ഒരു ക്വസ്റ്റ്യനും SSC CGL 2024 പ്രിലിംസിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിന് ചോദിച്ചിരിക്കുന്ന രണ്ട് സർക്കിൾസ് ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിൽ മറ്റത് കടന്നു പോകത്തക്ക രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചരിഞ്ഞു പോയി, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിൽ മറ്റൊരെണ്ണം വരത്തക്ക രീതിയിലാണ് പോയിരിക്കുന്നത്. ഇത് ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ, ഇത് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ. അല്ലെങ്കിൽ ഞാൻ വേറെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെൻറ്റർ, ഇപ്പുറത്തെ സർക്കിളിൻ്റെ സെൻറ്റർ. ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ ഈസ് 13 സെൻറ്റിമീറ്റർ. ഓരോന്നിൻ്റെയും റേഡിയസ് 13ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് കോമൺ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഐറ്റത്തിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 13 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനൊരു പോർഷൻ വരച്ച് കഴിഞ്ഞാൽ ഇത് റേഡിയസ് ആണ്. ആദ്യത്തെ സർക്കിൾ ഇപ്പോൾ C1 ഉള്ള സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആണ്. C2ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് റേഡിയസ് ആണ്. കറക്റ്റ് അല്ലേ? ദെൻ ഈ സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് വരാൻ പോകുന്ന എത്ര തന്നെയായിരിക്കും? 13 തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ ഈ ഒരു സർക്കിൾ മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന എന്താണ്? അത് റേഡിയസ് തന്നെയാണ്, ഇത് റേഡിയസ് തന്നെയാണ്. ഓക്കെ, നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന കോമൺ കോഡിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ കോഡിൻ്റെ ലെങ്ത് ആണ്. കോമൺ കോഡിൻ്റെ ലെങ്ത് കിട്ടാനായിട്ട് ഞാൻ ഈ ട്രയാങ്കിൾ കാണിച്ചിരിക്കുകയാണ്. ഈ ട്രയാങ്കിൾ ഇക്വലേറ്റർ ട്രയാങ്കിളാണ്. 6 6 6. ഈ കോഡ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. കോഡ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ റേഡിയസ് എടുക്കുന്നു. അതിനെ ഈ ബേസ് ഇതുണ്ടല്ലോ, ഇത് ബേസാണ്. ഈ ബേസും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നു. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഈ പറയുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നു. ഇത് h എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, ദെൻ നമുക്ക് ഈ ആറും കട്ട് ചെയ്യാം. ഈ രണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഈ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് √3r എന്ന് പറഞ്ഞു കിട്ടും. ശരിയല്ലേ? √3/2r. അപ്പോൾ നമുക്ക് ഈ കോമൺ കോഡിൻ്റെ ലെങ്ത്, കോമൺ കോഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 ഇരട്ടിയല്ലേ? അതായത് ഇത്രയില്ലേ? മറ്റേ നമ്മൾ പകുതി എടുത്തുള്ളൂ. അപ്പോൾ കോമൺ കോഡിൻ്റെ ലെങ്ത് ഇതിൻ്റെ ഡബിളാന്ന് പറയാം. കോമൺ കോഡിൻ്റെ ലെങ്ത് ഡബിളാന്ന് പറയാം. ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് × 2 ഇത് തമ്മിൽ കട്ട് ചെയ്തിട്ട് എത്ര വരും? √3r. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സിമ്പിളായിട്ടൊരു ഇക്വേഷൻ കിട്ടും. 2 സർക്കിൾ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യത്തക്ക രീതിയിൽ പോകുവാണ് എങ്കിൽ നിങ്ങൾക്ക് കോമൺ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് റേഡിയസ് × √3 എടുത്താൽ മതി. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയായിരിക്കും? അപ്പോൾ 13 √3. സിമ്പിളാണ്, ഇതായിരിക്കും ആൻസർ ആയിട്ട് വരാം.